ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചുരിദാറോ കുർത്തിയോ. നമ്മൾ ഏതെങ്കിലും പീസ് വാങ്ങുന്നതിനകത്ത് നമ്മുടെ കഴുത്ത് ഡിസൈൻ ചെയ്ത് വന്നാൽ ആ കഴുത്ത് നമുക്ക് എങ്ങനെ വെട്ടി സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പീസ് മടക്കി ഇട്ടതാണ് ആദ്യമേ ഞാൻ കാണിച്ചു തന്നത്. ഇനി ഇതാണ് കണ്ടോ, നമ്മൾ നിവൃത്തിയിട്ടും ആ കഴുത്തിൻ്റെ അകലം എടുക്കുക. ഇതിൽ 7 ഇഞ്ചാണ് കഴുത്തിൻ്റെ വൈഡ് അകലം വരുന്നത്. കറക്റ്റ് നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ട് നമ്മളൊരു 6.5 ഇഞ്ചിന് മാർക്ക് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് പോകണം. അത് നമ്മളുടെ 6.5 ഇഞ്ചിന് നമ്മൾ കഴുത്ത് എടുക്കുന്നുണ്ട്. അത് വെച്ച് നമ്മളൊരു പന്ന പീസിനകത്ത് നമ്മുടെ ലൈനിങ് പീസ് ഓൾറെഡി അടിയിലിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു പന്ന പീസിട്ട്, അതായത് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ നമ്മളിതിനകത്ത് ക്യാൻവാസ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. എന്നിട്ട് നമ്മുടെ നല്ല പീസും തിരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് 4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് കഴിയുന്നതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കാം. കട്ടിങ് ഇട്ട് കൊടുത്താലേ നമ്മുടെ പീസ് തിരിയത്തുള്ളൂ. അതുപോലെ നമ്മൾ അകത്ത് വെച്ചിട്ട് പന്ന പീസ് ഉണ്ടല്ലോ, അത് നമ്മളൊരു 1.5 ഇഞ്ച് ക്യാപ്പിട്ട് നമുക്കൊന്ന് മാർക്ക് കൊടുത്ത് ഒന്ന് അളന്ന് മാർക്ക് ചെയ്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് അകത്ത് പോകുമേ. നമ്മുടെ ലൈനിങ് പീസും നല്ല പീസുമാണ് ഇപ്പം ഓൾറെഡി നിൽക്കുന്നത്. അകത്താണ് നമ്മൾ ആ ചെറിയ പീസ് ഇട്ടത് പോകുന്നത്. ഇനി നമുക്ക് ആ പീസ് ഇതാണ്ട് കണ്ടോ, ഇതുപോലെ ലൈനിങ് പീസിൽ കൂടെ നമുക്ക് ആ സ്റ്റിച്ച് തയ്യൽ തുമ്പം അകത്തോട്ടാക്കി ആ ലൈനിങ്ങോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഓരോ മുട്ട് സൂചി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. അതുകൊണ്ട് ഇതേ രീതിയിൽ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ശ്രദ്ധിച്ചേണേ കൂട്ടുകാരെ. ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തത് ഒരിച്ചിരി മാറിപ്പോയി കിടക്കണം. ഞാൻ പ്രത്യേകം അങ്ങനെ കാണിക്കാൻ തന്നെയാണ് ചെയ്തത്. അന്നേരം ആ ഭാഗം നമുക്ക് ക്ലിയറായിട്ട് വി മാതിരി വരില്ല. അതിന് നമ്മൾ ആ ഇതാണോ എടുത്തിട്ട് ആ കറക്റ്റ് കട്ട് ചെയ്യുക, ആ മൂലയ്ക്ക് തന്നെ കട്ടിട്ട് കൊടുക്കണം. അത് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതേ രീതിയിൽ ആ ഭാഗം വന്നിട്ട് ഇത് കാണിച്ചത്. അങ്ങനെ മൂലഭാഗമൊക്കെ വരുന്നത് മൂലഭാഗം തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി വേണ്ട നമുക്കിതേപോലെ നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കൂട്ടുകാരെ, ഇനി നമ്മൾ ആ ലൈനിങ് ആ പുറത്ത് തിരിച്ചിട്ടതിന് ശേഷം ആ ലൈനിങ് പീസിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കണ്ടോ. ഇനി നമ്മുടെ ബാക്ക് പീസാണ്. ബാക്ക് പീസ് നമ്മൾ ഈ കഴുത്തിൻ്റെ അകലത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ 3 ഇഞ്ച് മാത്രമേ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം കൊടുത്തിട്ടുള്ളൂ. അതായത് കഴുത്തിന് ഒരുപാട് വൈഡ് ഉള്ളത് കൊണ്ട് തോന വെച്ചാൽ കഴുത്ത് ഷോൾഡറിൽ നിന്ന് തെന്നി മാറിപ്പോവും കണ്ടോ. ഇനി അടിയിൽ നമ്മളൊരു പീസ് ഇട്ട് അതിൻ്റെ മുകളിൽ നല്ല പീസ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് ഇട്ടേക്കുന്നത്. എന്നിട്ട് കൂട്ടുകാരെ, നമുക്കിത് 4 ഇഞ്ച് വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിൽ തന്നെ, അതായത് കണ്ടോ ഞാൻ വലിയതായിട്ടാണ് ഇത് കാണിക്കുന്നത്. അതായത് സ്റ്റിച്ചിങ് വരുന്നതിൻ്റെ തൊട്ടരികിൽ കൂടി തന്നെ നമ്മൾ ക്രോസ് കട്ട് ചെയ്യണം. കട്ട് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വൈഡായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ലൈനിങ് പീസിൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യരുത്. ഇനി നമുക്ക് ദാണ്ട് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതും കൂടെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ലൈനിങ്ങും നല്ല പീസും കൂടെ വെച്ചതാണ്ട് ഇതേ രീതിയിൽ നമ്മൾ ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നല്ല പീസും ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങും നല്ല പീസും അത് സെറ്റോട് തന്നെയും നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല പീസ്
കൂടെ വെച്ച് നമ്മൾ ഓരോ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ കണ്ടോ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് പിടിക്കുമ്പോൾ നല്ല രൂപത്തിൽ തയ്യൽ തുമ്പൊക്കെ അകത്ത് പോയി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇത് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി തണ്ടേണ്ട നമ്മൾ ഇതേപോലെ 1/2 ഇഞ്ച് ക്യാപ്പിട്ട് നമ്മൾ 2 സ്റ്റിച്ച് വീതം കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കണ്ടോ, എന്നിട്ട് നമ്മുടെ ആ കഴുത്ത് വലിച്ചെടുത്തപ്പോൾ എന്ത് ഭംഗിയായിട്ട് നമുക്ക് ആ കഴുത്ത് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടോ കൂട്ടുകാരെ. ഇനി നമുക്ക് നമ്മുടെ പുറകു പീസിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഷോൾഡറും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ അസ്സലാമു അലൈക്കും. ബായ് കൂട്ടുകാരെ.